Hello everyone, welcome to Island IAS Ignite Foundation Daily Newspaper Analysis. Myself Anashra Shaiju. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ 26 ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇന്ന് ഫ്രൈഡേ ആണ്. ട്രിവാൻഡ്രത്തൊക്കെ നല്ല മഴയാണ്. നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് മഴയാണെന്ന് അറിയില്ല. കുറച്ച് ജില്ലകളിലൊക്കെ മഴയാണെന്ന് അറിയാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിൾസിലേക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഹിന്ദു അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള UPSC ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് ഇമ്പോർട്ടന്റ് ന്യൂസസ് ആണ്. ഒന്ന്, നമ്മുടെ അഗ്നി പി മിസൈൽ സക്സസ്ഫുള്ളി നമ്മൾ ലോഞ്ച് ചെയ്തു ഫ്രം റെയിൽ സിസ്റ്റത്തിൽ നിന്ന്. അപ്പോൾ അതിനെ കുറിച്ചൊരു എക്സ്പ്ലെയിൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു സൂപ്പർ ടൈഫോൺ പ്രകാശാനെ കുറിച്ച് നമ്മൾ നോക്കാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രംപ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു എഡിറ്റോറിയല്, അതുപോലെ തന്നെ ക്ലൗഡ് സീഡിങ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിന ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിസ, ജുഡീഷ്യൽ സിറ്റി, അതുപോലെ തന്നെ ഗ്ലോബൽ സൗത്ത്, ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ എന്താണ് ഇന്നത്തെ ന്യൂസസ് എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, എല്ലാവരും വീഡിയോസും പിക്ചേഴ്സും ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അഗ്നി പ്രൈം എന്ന് പറഞ്ഞ മിസൈൽ ഉണ്ട്. അപ്പൊ മിസൈൽ സിസ്റ്റത്തില് ബാലിസ്റ്റിക് മിസൈൽസ്, ക്രൂയിസ് മിസൈൽസ്, അഗ്നി മിസൈൽസ് എന്തൊക്കെയാന്നൊക്കെ മുൻപൊരിക്കല് ഒരു ന്യൂസ് ആർട്ടിക്കിൾ എടുത്ത സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ അഗ്നി മിസൈൽസിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് അഗ്നി പ്രൈം എന്ന് പറയുന്നത്. ഈ അഗ്നി പ്രൈം ബാലിസ്റ്റിക് മിസൈൽസ് നമ്മൾ 2021 ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അഗ്നി പി, അതായത് അഗ്നി പ്രൈം, അതിനാണ് നമ്മൾ അഗ്നി പി എന്ന് പറയുന്നത്. അത് ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ന്യൂക്ലിയർ കേപ്പബിൾ ആയിട്ടുള്ള മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ് അഗ്നി പി എന്ന് പറയുന്നത്. ബാക്കി അഗ്നി മിസൈൽസിനെ വെച്ചിട്ട് വളരെ ലൈറ്റർ ആണ് ഈ അഗ്നി പ്രൈം എന്ന് പറയുന്ന ആ ഒരു വേർഷൻ. അതുപോലെ തന്നെ അഗ്നി പ്രൈം മിസൈൽസിന്റെ മറ്റു കാറ്റഗറീസ് എന്ന് പറയുന്നത്, അതൊരു 2 സ്റ്റേജ് ആയിട്ടുള്ള കാനിസ്റ്റേർഡ് സിസ്റ്റം ആണ്. സോളിഡ് പ്രൊപ്പലന്റ് ആണ് അതിനകത്ത് വരുന്നത്. ഇത് സർഫസ് ടു സർഫസ് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ബാലിസ്റ്റിക് മിസൈൽ ആണ്. അതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 1000 to 200 കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി, പെലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1000 kg ആണ്. ഇതിനകത്ത് എന്താ, ഹൈ എക്സ്പ്ലോസീവ് അതുപോലെ തന്നെ തെർമോബിക് ഓർ ന്യൂക്ലിയർ വാർ ഹെഡ്സ് ഒക്കെ ഇതിന് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അഗ്നി പ്രൈം നമ്മൾ എന്താണ്, ട്രെയിനിൽ നിന്നാണ് ഇന്നലെ ലോഞ്ച് ചെയ്തത്. അപ്പൊ ട്രെയിനോ അല്ലെങ്കിൽ റോഡ് വഴിയോ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇതിനെ ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ് നമ്മൾ മൊബൈൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ കാനിറ്ററൈസ്ഡ് സിസ്റ്റം ഉണ്ടായിരുന്നിട്ടുള്ള മുൻപത്തെ കൺട്രികൾ എന്ന് പറയുന്നത് റഷ്യക്ക് ഉണ്ടായിരുന്നു, US, ചൈന, അതുപോലെ തന്നെ നോർത്ത് കൊറിയ. ഈ കൺട്രീസിനാണ് റെയിൽ ബേസ്ഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നത് ബാലിസ്റ്റിക് മിസൈൽസിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഈ അഗ്നി പ്രൈമിന്റെ സക്സസോടുകൂടി നമ്മളും ഈ പറയുന്ന ഒരു ഗ്യാങ്ങിൽ നമ്മളും മെമ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അഗ്നി പ്രൈം റെയിൽ ബേസ്ഡ് നമ്മൾ ലോഞ്ച് ചെയ്തു. അപ്പൊ അത് റിലേറ്റഡ് വന്നിട്ടുള്ള ഒരു എക്സ്പ്ലെയിൻ ആണിത്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. റെയിൽ ബേസ്ഡ് മൊബൈൽ ലോഞ്ചർ ആണ്, സക്സസ്ഫുള്ളി നമുക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റി. നമ്മുടെ ആരാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഏജൻസി ആരാണ്? DRDO ആണ് നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏജൻസി എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു മൊബൈൽ പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു മൊബൈൽ പ്ലാറ്റ്ഫോംസിന്റെ ഒക്കെ ആവശ്യകത എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, കാരണം നമ്മൾ സ്റ്റേഷനറി ആയിട്ടുള്ള ലോഞ്ചിങ് പാഡുകളും അല്ലെങ്കിൽ ലോഞ്ചിങ് സ്ഥലങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇങ്ങനെ റോട്ടിലോ റെയിൽവേയിലൊക്കെ വെച്ചിട്ട് ലോഞ്ച് ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടോ? നമുക്ക് സ്റ്റേഷനറി ആയിട്ടുള്ള ലോഞ്ചിങ് കാര്യങ്ങളല്ലേ വേണ്ടത്. അതെന്താ ഇങ്ങനെ ഒരു ഇതിന് വേണ്ടത് എന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ ടെക്നോളജി അഡ്വാൻസ് ആയി വരുവാണ്. ടെക്നോളജി അഡ്വാൻസ് ആയി വരുന്ന സമയത്ത് നമ്മുടെ സാറ്റലൈറ്റ് ഇമേജുകൾ, റഡാറുകൾ, ഇതൊക്കെ അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അഡ്വാൻസ് ചെയ്യുന്ന പോലെ തന്നെ എന്താണ് അടുത്ത കൺട്രീസിനും, അതായത് നമ്മുടെ എനിമി കൺട്രീസിനും സാറ്റലൈറ്റും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്റ്റേഷനറി ആയിട്ട് വെക്കുന്ന ആ ഒരു ലോഞ്ചിങ് പ്ലാറ്റ്ഫോമുകൾ അവർക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അതിന് ഒരു യുദ്ധം വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിറ്ററൻസിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നശിപ്പിച്ച് കളയാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ
സ്റ്റേഷനറി ലോഞ്ചേഴ്സ് ഒക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മിസൈൽസ് ലോഞ്ച് ചെയ്യാനായിട്ടൊരു സ്ഥലം ആവശ്യമല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിങ്ങനെ ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഈസി ടു ക്യാരി ചെയ്യാൻ പറ്റുന്ന മൊബൈൽ പ്ലാറ്റ്ഫോമുകളും ലോഞ്ചേഴ്സ് നമുക്ക് അതുകൊണ്ട് അത്യാവശ്യം ആണ്. നമുക്കൊരു ന്യൂക്ലിയർ അറ്റാക്കോ അല്ലെങ്കിൽ മറ്റു വാർ ഹെഡുകളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള മൊബൈൽ ലോഞ്ചേഴ്സ് അത്യാവശ്യം ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു വാർ സിസ്റ്റം എന്ന് പറയുന്ന മിസൈലുകളെല്ലാം തന്നെ അത്രയും ആക്യുറേറ്റ് ആണ്. അപ്പൊ വേറൊരു സ്ഥലത്ത് നിന്ന് അയച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആ ഒരു ടാർഗറ്റിൽ തന്നെ ഹിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലോഞ്ചേഴ്സ് ഒക്കെ പെട്ടെന്ന് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പെട്ടെന്ന് പോകുന്നതല്ല, സ്ട്രാറ്റജിക് ലൊക്കേഷൻസ് ആണ്. നമ്മൾ അവിടെ ഒരു ഹൈഡ് ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ആർക്കും കണ്ടെത്താനായിട്ട് പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ബട്ട് ഈവൻ ദോ അങ്ങനെ ആണെങ്കിൽ പോലും അതെന്ത് ചെയ്യാനായിട്ട് ഇതിലും അഡ്വാൻസ്ഡ് ടെക്നോളജീസ് വരുന്ന സമയത്ത് എന്നെങ്കിലും ഒരിക്കൽ ആ ഒരു സ്റ്റേഷനറി ലോഞ്ച് നശിപ്പിക്കപ്പെടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഫ്യൂച്ചർ മുൻകണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു മൊബൈൽ ലോഞ്ച് പ്ലാറ്റ്ഫോം അത്യാവശ്യം ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്നൊക്കെ ഇത് ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് സബ്മറൈൻസിൽ നിന്ന്, എയർക്രാഫ്റ്റിൽ നിന്ന്, അതുപോലെ തന്നെ ഗ്രൗണ്ട് ബേസ്ഡ് സിസ്റ്റത്തിൽ നിന്ന് എല്ലാം തന്നെ നമുക്ക് ഇങ്ങനെ ബാലിസ്റ്റിക് മിസൈൽസും അതുപോലെയുള്ള മിസൈൽസ് ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഒരിക്കലും ആ ഒരു ഗ്രൗണ്ടിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകാതെ നമുക്കൊരു യുദ്ധം ഉണ്ടാവുന്നത്, ഒരു വാർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു സീ ആണെങ്കിൽ നമുക്ക് സബ്മറൈൻസിൽ നിന്ന് ലോഞ്ച് ചെയ്യാം. അല്ല, നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും ഈ പറയുന്ന റെയിൽ, റോഡ് പറയുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പൊ എന്തുകൊണ്ടാണ് റെയിൽ ബേസ്ഡ് ലോഞ്ചേഴ്സ് വേണ്ടത്? റോഡ് ബേസ്ഡ് പോരെ, എന്തുകൊണ്ട് നമുക്ക് റെയിൽ ബേസ്ഡ് വേണം? അതിനുള്ള കാരണമാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ റോഡുകൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സർട്ടൻ റോഡ്സിൽ മാത്രമേ കാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം നമുക്കറിയാം നമ്മുടെ ഒരു റൂറൽ ഏരിയയിലേക്കൊക്കെ പോകുന്ന സമയത്ത് റോഡുകൾ എന്ന് പറയുന്നതൊക്കെ ചെറിയ റോഡുകളായിരിക്കും, കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് അവിടത്തേക്ക് നമുക്ക് ഈ ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ കാരണങ്ങൾ കൊണ്ടുപോകാനായിട്ട് പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് റോഡ് എപ്പോഴും നമുക്ക് ആപ്റ്റ് ആവണം ഇല്ല. അപ്പൊ അങ്ങനെ ആപ്റ്റ് ആവുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ റോഡ് സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി നമുക്ക് പറയാനായിട്ട് പറ്റും. ആ സമയം റെയിൽ സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. കാരണം ആ ഒരു റെയിൽവേ ട്രാക്കിൽ കൂടെ ട്രെയിൻ പോകും, നമ്മൾ ആ ട്രെയിനിൽ സാധനം വെച്ചാൽ മതി. അപ്പൊ ആ ഒരു ട്രാക്ക് മാത്രമാണുള്ള അതിന് ആവശ്യമുള്ളൂ. അപ്പോൾ റെയിൽ സിസ്റ്റം എന്ന് പറയുന്നത് റോഡ് സിസ്റ്റത്തിനെക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഡിസ്റ്റൻസ് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 17,000 കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ റെയിൽ ട്രാക്സ് പാസ് ചെയ്യുന്ന ഒരു വീതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ കൺട്രിയുടെ ഏത് മുക്കിലും മൂലയിലും വരയ്ക്കും നമുക്ക് ഈ സിസ്റ്റത്തിനെ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇൻ കേസ് നമ്മുടെ ഏതിപ്പോ കേരളത്തിന്റെ കോസ്റ്റിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ജമ്മു കാശ്മീർ ആണെങ്കിലും ഏത് കോസ്റ്റിലാണെങ്കിലും ഈവൻ ഗുജറാത്തിലാണെങ്കിലും എവിടെയാണോ റെയിൽവേ ട്രാക്സ് ഉള്ളത് അവിടെയൊക്കെ നമുക്കിത് കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാനായിട്ട് പറ്റും, ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടണൽസ് ആണ്. അതായത് നമ്മുടെ റെയിൽവേ സിസ്റ്റത്തിൽ തൗസൻഡ്സ് ഓഫ് ടണൽസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന സ്റ്റേഷനറി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റോഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെ ലോഞ്ചേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷെ ടണൽസിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ എനിമി കൺട്രീസിന് കണ്ടുപിടിക്കാൻ പറ്റാതെ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് എന്താ ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഒളിപ്പിച്ചു വെക്കാനായിട്ട് പറ്റും. ദി ക്യാൻ ബി യൂസ്ഡ് ബൈ റെയിൽ ബേസ്ഡ് ലോഞ്ചേഴ്സ് ടു ഹൈഡ് ഫ്രം എനിമി സാറ്റലൈറ്റ് സർവൈലൻസ് സിസ്റ്റം. അപ്പൊ നമുക്ക് റെയിൽ ബേസ്ഡ് സിസ്റ്റം കുറച്ചുകൂടി നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സബ്മറൈൻ സിസ്റ്റത്തിനെ വെച്ച് നോക്കുമ്പോൾ സബ്മറൈനിലൊക്കെ വരുന്ന സമയത്ത് അത് ട്രാവൽ ചെയ്ത് കൊണ്ടുപോവുക, കൺസ്ട്രക്റ്റും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് കൂടുതൽ പൈസ ആവശ്യമാണ്. അസമയം റെയിൽ ബേസ്ഡ് സിസ്റ്റം വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി അതിന്റെ കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഒക്കെ കുറച്ച് പൈസ കുറവാണ്, നമുക്ക് കുറച്ച് ചീപ്പർ രീതിയിലൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതാണ് നമ്മൾ ഈ പറയുന്ന മൊബൈൽ ബേസ്ഡ് പ്ലാറ്റ്ഫോംസിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സ്പ്ലെയിനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ GS3 സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡിഫൻസ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻസിലാണ് നമുക്ക് ഇങ്ങനെയുള്ള ന്യൂസസ് വരുന്നത്. അപ്പൊ നമ്മുടെ മിസൈൽസ്, ക്രൂയിസുകൾ, അതുപോലെ തന്നെ നമ്മൾ നേവി വെസൽസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ ഡിഫൻസ് സെക്ടറിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ GS3 പേപ്പറിലാണ് ഇത് വരുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത്
നമ്മുടെ ഒരു ടൈഫൂണിനെ കുറിച്ചാണ്. ടൈഫൂൺ രഗാസ എന്ന് പറയും. സൂപ്പർ ടൈഫൂൺ രഗാസ എന്നാണ്. നിങ്ങൾ എല്ലാവരും ന്യൂസസിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ഇന്നലത്തെ എക്സ്പ്ലെയിനിൽ വന്നിട്ട് ഉള്ളൊരു ന്യൂസ് ആർട്ടിക്കിളാണ്. നമ്മുടെ ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് സൈക്ലോൺസ്, അതുപോലെ തന്നെ ടൈഫോൺസ്, അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ജോഗ്രഫി പോർഷൻസ് കവർ ചെയ്യുന്ന സമയത്ത് പഠിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ GS1 പേപ്പറിലാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മൾ സൈക്ലോൺസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും അറിയുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് മഴ കിട്ടുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലഡ് ഉണ്ടായതും എല്ലാം സൈക്ലോൺസ് ആണ്. സൈക്ലോൺസ് കാരണം മഴ കൂടുതൽ കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതും നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നതാണ് എന്താണ് സൈക്ലോൺ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സൂപ്പർ സൈക്ലോൺ രഗാസ എന്ന് പറയുന്നത്, എന്താണ് ഇത്രയും ഇന്റൻസ് ആവാനായിട്ട് കാരണം, എന്തുകൊണ്ട് ഇത് ഇത്രയും സിവിയറിറ്റി ഉണ്ടായി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു എക്സ്പ്ലെയിനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ സംഭവം എവിടെ നടക്കുന്നത്, സൂപ്പർ സൈക്ലോൺ രഗാസ വരുന്നത് നമ്മൾ ഹോങ്കോങ് ചൈനയിലൊക്കെയാണ്. നമ്മുടെ ഹോങ്കോങ്ങില് ഹെവി ആയിട്ടുള്ള ഫിയേഴ്സ് ആയിട്ടുള്ള വിൻഡ്, അതുപോലെ തന്നെ ഹെവി റെയിൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ സൗത്ത് ചൈനയില് 2 മില്യണോളം പീപ്പിൾസ് ആണ് ആ ഒരു സ്ഥലത്ത് നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വന്നത്. ഈ ഒരു ടൈഫോൺ കാരണം 2 മില്യണോളം പീപ്പിൾ എന്ത് ചെയ്യേണ്ടി വന്നു, സൗത്ത് ചൈനയിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വന്നു. അത്രയും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സ്ട്രോം സർജ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് കോസ്റ്റൽ വാട്ടർ, ആ ഒരു കടൽ വെള്ളം എന്ന് പറയുന്നത് നോർമൽ ലെവൽ, അവരുടെ ഒരു റെഫറൻസ് ലെവൽ ഉണ്ടാവില്ല, ആ ഒരു ലെവലിനേക്കാളും 3 മീറ്റർ എബവ് ആണ് പൊന്തിയിരിക്കുന്നത്. അപ്പോ അത്രയും സിവിയർ ആയിട്ടുള്ള ഒരു ടൈഫോൺ ആണ്. ഓൾമോസ്റ്റ് 14 പീപ്പിൾസ് തായ്വാനിൽ, ഇത് ഇന്നത്തെ ആർട്ടിക്കിൾ ആണേ, അതായത് മിഞ്ഞാന്നത്തെ കണക്കാണ് ഇവിടെ പറയുന്നത്. 14 പീപ്പിൾ തായ്വാനിലും, അതുപോലെ 2 പേരും ഈ പറയുന്ന ഫിലിപ്പീൻസിനും ഇതിനകത്ത് മരണമാവുന്നതിന് കാരണമായിട്ടുണ്ട്. നമ്മുടെ 2025 റെക്കോർഡ് പ്രകാരം ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ടൈഫോൺ ആണ് ഈ പറയുന്ന സൈക്ലോൺ ആണ് ടൈഫോൺ രഗാസ എന്ന് പറയുന്നത്. ഇതിന്റെ മാക്സിമം വിൻഡ് സ്പീഡ് എന്ന് പറയുന്നത് 280 കിലോമീറ്റേഴ്സ് ആണ്. 280 കിലോമീറ്റേഴ്സ് ആണ് വിൻഡ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ ആലോചിച്ചു എത്ര സ്പീഡിലാണ് കാറ്റ് വീശുന്നത് എന്നത്. അതായത് നമ്മുടെ ഇന്റൻസ് ആയിട്ടുള്ള സൈക്ലോണിന്റെ അടുത്താണ് ഈ പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സൈക്ലോൺസ്, ടൈഫോൺസ് അതൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. ഓരോ കൺട്രീസിൽ വരുമ്പോൾ അതിന്റെ പേരിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നു. നമ്മൾ അമേരിക്കയിലാണെങ്കിൽ ഇതിനെ ഹൊറിക്കെയിൻസ് എന്ന് പറയുന്നു, അതുപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ആണെങ്കിൽ ടൈഫോൺസ് എന്ന് പറയുന്നു, നമ്മളെ ഇന്ത്യൻ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയുന്നു. അപ്പൊ അത് ജോഗ്രഫിക്കൽ ഏരിയ, അതുപോലെ തന്നെ ഓഷ്യൻസിനോട് അടുത്ത് കിടക്കുന്നത് നമ്മുടെ പസഫിക് ഓഷ്യൻ, അങ്ങനെ ഓരോന്നൊക്കെ വെച്ചിട്ടാണ് പേരുകൾ നമ്മൾ വെക്കുന്നത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന സൈക്ലോൺസിനെ ഉണ്ടല്ലോ, നമ്മൾ ട്രോപ്പിക്കൽ ഡിപ്രഷൻ വഴിയാണ് അതൊക്കെ ഫോം ചെയ്യുന്നത് കാര്യങ്ങൾ. അവിടെ ഒരു ഹൈ പ്രഷർ ഏരിയ, ലോ പ്രഷർ ഏരിയാസ് ഒക്കെ ഉണ്ടാവുന്നു. മെയിൻലി സൈക്ലോൺസ് ഉണ്ടാവാനായിട്ട് 2 കാരണങ്ങളാണ് വേണ്ടത്. ഒന്നൊരു വാട്ടർ ബോഡി ഉണ്ടാവണം, അതുപോലെ തന്നെ വാട്ടർ ബോഡിയിലെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ടാണ് സൈക്ലോൺസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഈ സൈക്ലോൺസിനെ കാറ്റഗറൈസ് ചെയ്യുന്നിട്ടുണ്ട്. അതായത് കാറ്റഗറി 1, 2, 3, 4 അങ്ങനെ ഒരു 5 കാറ്റഗറീസ് ആയിട്ട് സൈക്ലോൺസിന് നമ്മൾ തിരിക്കുന്നുണ്ട്. കാറ്റഗറി 1 എന്ന് പറയുന്നത് 119 to 153 കിലോമീറ്റർ പെർ അവർ ഉള്ള സൈക്ലോൺസ് ആണ്. ദെൻ രണ്ടാമത്തെന്ന് പറയുന്നത് 154 to 157 കിലോമീറ്റർ പെർ അവർ ആണ്. ദെൻ നമ്മുടെ തേർഡ് കാറ്റഗറി 178 to 208 കിലോമീറ്റർ പെർ അവറും. ദെൻ ഫോർത്ത് എന്ന് പറയുന്നത് 209 to 251 കിലോമീറ്റർ പെർ അവർ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് 252 കിലോമീറ്റർ പെർ അവർ ആണ്. അതിനകത്ത് ഈ 3, 4, 5 ഇതിനെയാണ് ഹെവി ആയിട്ടുള്ള സൈക്ലോൺസ് അല്ലെങ്കിൽ ടിംഫോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ എത്രയാ പറഞ്ഞ ഇതിന്റെ ആ ഒരു വിൻഡ് സ്പീഡ് എന്ന് പറയുന്നത് 280 കിലോമീറ്റർ പെർ അവർ. അതായത് അത്രയും സ്പീഡ് ഉള്ളത് കൊണ്ടാണ് ഇതിനെന്താണ് സൂപ്പർ ടൈഫോൺ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഇതിനെ മെഷർ ചെയ്യുന്നത് സഫിർ സിംസൺസ് ഹരിക്കെയിൻ എന്ന് പറയുന്ന ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് എന്താണ് രഗാസ ഹാസ് ബീൻ റെഫേർഡ് ടു ആസ് സൂപ്പർ ടൈഫോൺ ബിക്കോസ് ഇറ്റ് ഇസ് എ കാറ്റഗറി 5 ആയിട്ടുള്ള ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്.
അപ്പൊ എന്തുകൊണ്ടാണ് രഗാസ ഇങ്ങനെ ഇത്രയും ഇന്റൻസ് ആവാനായിട്ട് കാരണം? അപ്പൊ നമ്മൾ നോർമൽ സൈക്ലോൺ ഉണ്ടാവാറുണ്ട്. നോർമൽ സൈക്ലോൺ കാരണം നമുക്ക് നല്ല രീതിയിൽ മഴയും കിട്ടാറുണ്ട്, നമുക്ക് നമ്മുടെ കൃഷി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് സൈക്ലോൺസ് ഇന്റൻസ് ആവുന്നു? എന്തുകൊണ്ട് ഇത്രയും ഫെറ്റാലിറ്റീസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇത്രയും ഡിഫിക്കൽട്ടീസ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു? ഇത്രയും സ്ട്രോങ് ആവുന്നത്, വിൻഡ് സ്പീഡ് ഇത്രയും സ്ട്രോങ് ആവുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇതുവരെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടില്ല. ബട്ട് മെയിൻ ആയിട്ട് നമുക്ക് പറയുന്നത് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം നമുക്ക് കാരണം എന്താണ് നമ്മൾ പറയുന്നത് തന്നെ എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് ആണ്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് അത്രയും ഇന്റൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പറയുന്ന ടൈഫോൺസ് ആയാലും സൈക്ലോൺസ് ആയാലും ഇന്റൻസ് ആവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു കാരണം എന്ന് നമ്മൾ പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്. ഗ്ലോബൽ വാർമിംഗ് അതായത് നമ്മുടെ റൈസിങ് ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? സൈക്ലോൺസ് കൂടും. അങ്ങനെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് സൈക്ലോൺസിന്റെ ഇന്റൻസിറ്റിയും കൂടും. റൈസിങ് ഗ്ലോബൽ ടെമ്പറേച്ചർ, ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആർ ബിക്കമിങ് മോർ ഇന്റൻസ്. കാരണം നൗ ഫോമിംഗ് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്തുകൊണ്ട്? മോർ ഹീറ്റ് ഇൻ ഓഷ്യൻ മീൻസ് മോർ ട്രോപ്പിക്കൽ സൈക്ലോൺ ടു റിമൂവ് ഹീറ്റ്. ടെമ്പറേച്ചർ ഓഷ്യനിൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഓഷ്യൻ എന്ത് ചെയ്യും? ഈ പറയുന്ന ടെമ്പറേച്ചറിനെ റിമൂവ് ചെയ്യാനായിട്ട് മാറ്റും, ആ ഒരു ചൂട് മാറ്റാനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് സൈക്ലോൺസ് ഉണ്ടാവുന്നത്. അപ്പൊ മോർ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഓഷ്യൻ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് ഈ ടെമ്പറേച്ചറിനെ റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ മോർ സൈക്ലോൺസ് ഉണ്ടാവും. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് കൂടുന്തോറും മോർ സൈക്ലോൺസ് ഉണ്ടാവാനും നമ്മൾ കൂടുതൽ സൈക്ലോൺ പ്രോൺ ആവാനായിട്ടുള്ള കാരണം ആവുന്നു. അതുപോലെ തന്നെ സൈക്ലോൺസ് കൂടുതൽ ഫോം ചെയ്യുന്നത് എന്താണ്? കോസ്റ്റ് ലൈൻസിന്റെ അടുത്താണ്, ഓഷ്യൻസിന്റെ കോസ്റ്റ് ലൈൻസിന്റെ അടുത്താണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് അത് കൂടുതൽ എന്താണ്? ഇന്റൻസിഫൈ ചെയ്യാനും അതുപോലെ തന്നെ മോർ റാപ്പിഡ്ലി ആവാനും ഒക്കെയുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇറ്റ് കുഡ് ബി ഹാപ്പനിങ് ഡ്യൂ ടു വാർമർ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദ ഓഷ്യൻ. ഇതൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ടൈഫോൺസും സൈക്ലോൺസും ഉണ്ടാക്കുന്നതും അതിനൊക്കെയുള്ള കാരണം. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ടൈഫോൺ ഇൻക്രീസ് ആവുന്നത്? അതിന്റെ ഇന്റൻസിറ്റി എന്തുകൊണ്ടാണ്? ക്ലൈമറ്റ് ചേഞ്ചും നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ടെമ്പറേച്ചർ ഒക്കെ ആണ്. അപ്പൊ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് നമുക്ക് വേറൊരു രസകരമായിട്ടുള്ളൊരു എഡിറ്റോറിയൽ നമ്മൾ കാണുന്നത്. നമ്മുടെ ഇന്നത്തെ ഹിന്ദുവിലുള്ള ഒരു എഡിറ്റോറിയലാണ് അബൌട്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന, നമ്മുടെ അടുത്ത് UN അസംബ്ലിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എഡിറ്റോറിയലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒബാമ പാരീസ് എഗ്രിമെന്റിൽ സൈൻ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രംപ് ഗവൺമെന്റ് വന്ന സമയത്ത് അവരതിൽ നിന്ന് പിന്മാറി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോ ബൈഡൻ വന്ന സമയത്ത് വീണ്ടും അമേരിക്ക ആ ഒരു കരാറിൽ വീണ്ടും വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ട്രംപ് അദ്ദേഹം വീണ്ടും വന്ന സെക്കൻഡ് ടൈമില് ഫസ്റ്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഈ പാരീസ് എഗ്രിമെന്റിൽ പുറത്തു കടന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഗ്രേറ്റസ്റ്റ് കോൺജോ പെർപെട്രേറ്റഡ് ഓൺ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ നുണയാണ് അല്ലെങ്കിൽ കെട്ടിച്ചമച്ച കഥയാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനവുമില്ല, അത് ഇവിടുത്തെ സയന്റിസ്റ്റുകൾ വെറുതെ തള്ളിമറിക്കുന്നതാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് യൂറോപ്പ് കുറെ വർഷങ്ങളായിട്ട് കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കുന്നു, കാർബൺ എമിഷൻ കുറയ്ക്കുന്നു, എന്നിട്ടൊക്കെ എന്തായി കാര്യം? അതുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സാധനമൊന്നുമില്ല, അത് യൂറോപ്പിന്റെ എക്കണോമിനെ ബാക്ക്വേർഡ് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളതാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ 20th സെഞ്ചുറിയുടെ കാലം മുതൽ ഏർലിയിൽ മുതൽ സയന്റിസ്റ്റ് പറയുന്ന കാര്യം എന്താണ്? ഗ്ലോബൽ കൂളിംഗ് അത് ആളുകളെ കൊല്ലും എന്ന് പറഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഗ്ലോബൽ കൂളിംഗ് അല്ല, ഗ്ലോബൽ വാർമിംഗ് ആണ് ആളുകളെ കൊല്ലുന്നത്. അതായത് എന്താണ്? സത്യം പറഞ്ഞാൽ നമ്മുടെ സയന്റിസ്റ്റുകൾ ലോകത്തിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാരണവും ഈ ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അപ്പൊ നേരത്തെ ഒരു വാർത്ത കേട്ടിരുന്നല്ലേ, സൈക്ലോൺ എന്തുകൊണ്ട് ഇന്റൻസ് ആവണമെന്ന്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ന്യൂസ് കേൾക്കുന്നത്. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ പറയുന്ന നമ്മള് ഇത്രയും കാലങ്ങൾ കൊണ്ട് 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന IPCCയുടെ ഒന്നും കാര്യമില്ല, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് എന്നൊന്നും പറയുന്ന കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല, അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുന്നു.
അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇപ്പൊ സോളാർ എനർജിയും നമ്മുടെ വിൻഡ് എനർജിയും ഒക്കെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് ബ്രിക്ക് ഓഫ് ഡിസ്ട്രക്ഷൻ ആണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ആളുകൾക്ക് കുറച്ച് ഗ്രീൻ അജണ്ട ഉണ്ട്. അപ്പൊ അവരുടെ കുറച്ച് കാര്യങ്ങൾ വിറ്റ് പോകാനും ഇതിനും ഒക്കെ വേണ്ടിയിട്ട് ചുമ്മാ കുറച്ച് ആളുകൾ പറയുന്ന ഒരു ഗ്രീൻ അജണ്ടയാണ് നമ്മുടെ വിൻഡ് റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുക എന്നുള്ളതും നമ്മുടെ വിൻഡ് സോളാർ എനർജി എന്നൊക്കെ ഉള്ളത്. ഇതെന്താണ്, ഇതൊരു ബ്രേക്ക് ഓഫ് ഡിസ്ട്രക്ഷൻ ആണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കുറച്ച് വ്യൂസ് ആണ്, അതിനെയാണ് ഈ ഒരു എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു മിഥ്യാധാരണയാണ്. അതുപോലെ ഒന്നും തന്നെ എന്താണ് ഈ ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് ക്ലൗഡ് സീഡിങ് എന്ന് പറയുന്നത്. ക്ലൗഡ് സീഡിങ് എന്ന് പറയുന്നത് ഒരു നമ്മൾ ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. അതായത് ആർട്ടിഫിഷ്യലി നമ്മൾ ആർട്ടിഫിഷ്യൽ റെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ ക്ലൗഡ് സീഡിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡൽഹിയില് നവംബറിൽ ഫസ്റ്റ് ക്ലൗഡ് സീഡിങ് ചെയ്യാൻ പോവാണ്. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഡൽഹിയിൽ മഴ പെയ്യിക്കാനായിട്ട് പോവുകയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലൗഡ് സീഡിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എവർ ആർട്ടിഫിഷ്യൽ റെയിൻ ബൈ എല്ലാ മാസവും വിന്റർ ആവുന്ന സമയത്ത് നമുക്കറിയാം ഡൽഹിയിലെ ഒക്ടോബർ നവംബർ ഒക്കെ ആവുന്ന സമയത്ത് വിന്റർ സീസണാണ്. വിന്റർ സീസണിൽ നമ്മുടെ എയർ പൊല്യൂഷൻ നല്ല രീതിയിൽ കൂടും. എയർ പൊല്യൂഷൻ നല്ല രീതിയിൽ കൂടുന്ന സമയത്ത് ഈ എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് മഴ പെയ്യിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലൗഡ് സീഡിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കെമിക്കൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ആ ഒരു കെമിക്കലിന്റെ പേരാണ് സിൽവർ അയോഡൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടേർഡ് ഷോർട്ട് ടൈം സൊല്യൂഷൻ ടു ഗെറ്റ് റിഡ് ഓഫ് സ്മോക്ക്. ഡൽഹിയിലെ എയർ പൊല്യൂഷൻ കാരണം അവിടെ മൊത്തത്തിൽ സ്മോഗ് വരും. പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു വൈറ്റ് കളറായിട്ടുള്ള ഒരു പുക പോലെയുള്ള ഒരു പുകമയം. ആ ഒരു പുകമയം വരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ കാണാൻ പറ്റില്ല. ഈവൻ നടന്നു പോകുമ്പോഴൊന്നും വണ്ടി ഓടിക്കുമ്പോഴൊന്നും കാണാൻ പറ്റാതാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ആർട്ടിഫിഷ്യലി ഒരു മഴ പെയ്യിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിനില് സിൽവർ അയോഡൈഡിനെ ആ ഒരു ക്ലൗഡിന്റെ മുകളിൽ കൂടെ നമ്മൾ പുറത്തേക്ക് റിലീസ് ചെയ്യും. അത് എന്തെന്ന് വെച്ചാൽ സിൽവർ അയോഡൈഡ് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലൗഡിലോട്ട് പോവും. ആ ക്ലൗഡിലോട്ട് അറ്റാച്ച് ചെയ്യും. അതുപോലെ തന്നെ സിൽവർ അയോഡൈഡ് എന്ത് ചെയ്യും, ഐസ് ക്ലൗഡിൽ അറ്റാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്തും ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. നമ്മുടെ ക്യുമുലസ് ക്ലൗഡ്സ് ആണ് മഴ പെയ്യിക്കുന്നത്. അവിടെ എന്താണ് ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. അങ്ങനെ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്ത് അത് ഹെവി ആവുന്ന സമയത്ത് ആ ഒരു മഴയ്ക്ക് അത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കുറയും. കപ്പാസിറ്റി കുറയുന്ന സമയത്ത് അത് എന്താവും, അത് റെയിൻ ആയിട്ട് പുറത്തേക്ക് വരും. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ മഴ ഉണ്ടാവുന്ന പ്രോസസ്സ് അറിയാം. അപ്പൊ അതിന് നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നതാണ് സിൽവർ അയോഡൈഡും അതുപോലെ തന്നെ പൊട്ടാസ്യം അയോഡൈഡും ഒക്കെയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പൊട്ടാസ്യം അയോഡൈഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ഐസ് ആണ്. അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ റെയിൻ നടത്തുന്നത്. അപ്പൊ ആർട്ടിഫിഷ്യൽ റെയിൻ ഡൽഹിയിൽ നടത്തണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു 2 year മുമ്പൊക്കെ, കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ കാര്യങ്ങൾ ഇയറിലൊക്കെ ന്യൂസസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ പ്രിലിംസിലും ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. 25 ചോദിച്ചതാണ്, ആർട്ടിഫിഷ്യൽ വേ ഓഫ് കോസിങ് റെയിൻഫാൾ ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ മേക്ക് യൂസ് ഓഫ് silver iodide and potassium iodide, silver nitrate and potassium iodide, silver iodide and potassium nitrate, silver nitrate and potassium chloride. എന്തായിരുന്നു സിൽവർ അയോഡൈഡ് അതുപോലെ തന്നെ പൊട്ടാസ്യം അയോഡൈഡ് ആണ് നമ്മൾ ആർട്ടിഫിഷ്യൽ റെയിൻ അഥവാ ക്ലൗഡ് സീഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു വിസനെ കുറിച്ചാണ്. നമ്മുടെ H1B വിസ, അമേരിക്ക റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പ്രീവിയസ് ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആദിത്യ സാർ അതിനെ കുറിച്ചൊക്കെ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ H1B വിസക്ക് പൈസ കൂട്ടുന്ന കാര്യവും ട്രംപ് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് H1B വിസയ്ക്ക് പകരം നമ്മുടെ ചൈന കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ വിസ സിസ്റ്റമാണ് വിസ എന്ന് പറയുന്നത്. വിസ എന്ന് പറയുന്നത് ന്യൂ കാറ്റഗറി ഓഫ് ചൈനീസ് വിസ ക്രിയേറ്റഡ് ബൈ ചൈന. എന്തിനാണ്? ചൈനയിലേക്ക് ഫോറിൻ നേഷൻസിനെ
കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു വിസ ചട്ടങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പുതിയ ടൈപ്പ് ഓഫ് വിസ കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് കെ വിസ എന്ന് പറയുന്നത്. അപ്പൊ അമേരിക്കയിൽ കൂടുതൽ ടെക്നോളജി റിലേറ്റഡും ഒക്കെ ആയിട്ട് ആളുകൾ പോകുന്നു. അപ്പൊ ഈ ആളുകൾക്കൊന്നും പോകാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ, നല്ല നല്ല കഴിവുള്ള അച്ചീവ്മെന്റ് ഉള്ള ആളുകളെ ആർക്കാവശ്യമാണ്? ചൈനക്ക് ആവശ്യമാണ്. കാരണം അവരുടെയും ടെക്നോളജി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ AI, ഡിഫൻസ്, അതുപോലെ തന്നെ ബയോടെക്നോളജി, ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിലായിട്ടുള്ള റിസർച്ചേഴ്സിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവിടേക്ക് കടക്കാനായിട്ടുള്ള വിസ ചട്ടങ്ങളിൽ കുറച്ച് റെഗുലേഷൻസും മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവന്നു. ഫോറിനേഴ്സിന്റെ എൻട്രി കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. ഒക്ടോബർ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. എയിം ടു അട്രാക്ട് ഫോറിൻ യൂത്ത് ആൻഡ് പ്രൊഫഷണൽസ് ഇൻ STEM, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ഫീൽഡിലായിട്ടുള്ള ആളുകളെയാണ്. യങ് ഫോറിൻ നേഷണൽസിനെയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം, അതായത് ഫോറിൻ കൺട്രീസിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകളെയാണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത്, മുമ്പൊക്കെ പോകുന്ന സമയത്ത് എന്താണ്, നമ്മൾ സ്കോളർഷിപ്പ് വേണം, വേറൊരു എൻറ്റിറ്റിയുടെ ഒക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഒക്കെ വേണം. അതൊക്കെ എടുത്തു കളഞ്ഞു. നോ ലോങ്ങർ റിക്വയർ സ്പോൺസർഷിപ്പ് ഫ്രം ലോക്കൽ എന്റർപ്രൈസസ്, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതായത് മാക്സിമം ആ ഒരു വിസ സിസ്റ്റത്തിനെ എളുപ്പത്തിലാക്കിയിട്ടുണ്ട്. ഇത് കെ വിസയുടെ മുമ്പുണ്ടായിരുന്നത് ഒരു 6 വിസ എന്ന് പറയുന്ന ഒരു വിസയാണ് ചൈനയുടെ. അത് കമ്പയർ ചെയ്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ്. കെ വിസയും ആർ വിസയും തമ്മിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ആണ് കെ വിസയ്ക്ക്. ഇൻ എൻട്രി, ഫ്രീക്വൻസി, അതുപോലെ തന്നെ വാലിഡിറ്റി പീരീഡ് കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കി. അതുപോലെ തന്നെ എക്സ്പാൻഡഡ് സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ്, എഡ്യൂക്കേഷൻ, സയൻസ്, ടെക്നോളജി, കൾച്ചർ, എന്റർപ്രണർഷിപ്പ്, അതുപോലെ തന്നെ ബിസിനസ്. നോ റിക്വയർമെന്റ് ഫോർ ലോക്കൽ എന്റർപ്രണർഷിപ്പ് സപ്പോർട്ട്, കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് കെ വിസയിൽ നോക്കാനായിട്ട്. നമുക്ക് പ്രിലിംസ് ഓറിയന്റഡിൽ എന്താണ് കെ വിസ കൊണ്ടുവന്നിട്ടുള്ള കൺട്രി ഏതാണ്, മാറ്റങ്ങൾ എന്താണ്, അത്രമാത്രം ഇതിനകത്ത് നോക്കേണ്ടതുള്ളൂ. ദെൻ നമുക്ക് നെക്സ്റ്റ് ഇന്നലെ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് അബൌട്ട് ജുഡീഷ്യൽ സിറ്റിനെ കുറിച്ച്. ജുഡീഷ്യൽ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോടതി ഉണ്ടല്ലോ, അപ്പൊ കോടതി സംശയങ്ങൾ പണിയുന്നതൊക്കെ തന്നെയാണ് ജുഡീഷ്യൽ സിറ്റി എന്ന് പറയുന്നത്. അതായത് ആ ഒരു കോർട്ട് കോംപ്ലക്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു സിറ്റി ആയിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇത് ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള ഗവൺമെന്റിന്റെ ഹൈക്കോർട്ടൊക്കെ മാറ്റാനും എല്ലാം കൂടി ആയിട്ട് ഒരു 27 ഏക്കേഴ്സ് കളമശ്ശേരിയിലാണ് നമ്മൾ ജുഡീഷ്യൽ സിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അനുമതിയൊക്കെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ജുഡീഷ്യൽ സിറ്റി നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഉണ്ടാവാനായിട്ട് പോകുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് 61 കോർട്ട് ഹാൾസ് ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫീസ്, രജിസ്ട്രാർ ഓഫീസ്, ഓഡിറ്റോറിയം, റൂം ഫോർ വേരിയസ് കമ്മിറ്റീസ്, ഫെസിലിറ്റീസ്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ലൈബ്രറി ബ്ലോക്ക്, അതുപോലെ തന്നെ ആർബിട്രേറിയൻ സെന്റർ, ഈ കാര്യങ്ങളൊക്കെയാണ്. കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 1000 crore ആണ്. അതുപോലെ തന്നെ പ്രൊപ്പോസൽ ഫോർ ദ ന്യൂ ബിൽഡിംഗ് കെയിം ഫ്രം എക്സിസ്റ്റിംഗ് ഹൈക്കോർട്ടിൽ നിന്നാണ്. നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ഹൈക്കോർട്ടിൽ കുറച്ച് സ്പേസ് കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ജുഡീഷ്യൽ സിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജുഡീഷ്യൽ സിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ഒരു 3 കോർ കൺസെപ്റ്റിന്റെ ആ ഒരു ഇതിലാണ് ആ ഒരു ബിൽഡിംഗ് ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. Concept for proposed High Court building is based on principle of golden triangle of the Indian Constitution. Indian Constitutionന്റെ golden triangles ആയിട്ടുള്ള ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21, ഇതിന്റെ ആ ഒരു മിക്സ്ചർ ആയിട്ടാണ് ഫോം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. ഈ ഒരു ഐഡിയൽസ് ഓഫ് ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് അക്സസിബിലിറ്റി, ലിബർട്ടി, ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു കോർട്ട് ബിൽഡിംഗ്, ഒരു ജുഡീഷ്യൽ സിറ്റി ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇന്ത്യ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു 20 മെമ്പേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ന്യൂയോർക്കിലാണ് നടന്നത്. അതിനകത്ത് നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ മിസ്റ്റർ ജയശങ്കർ ആണ് പങ്കെടുത്തത്. അദ്ദേഹം അതുപോലെ തന്നെ ഒരു 20 കൺട്രീസ് എന്നുള്ള ആളുകളൊക്കെ
പങ്കെടുത്തിരുന്നു. അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മൾട്ടിലാറ്ററിസം അണ്ടർ അറ്റാക്ക് ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആർ ബീയിങ് റെൻഡേഡ് ഇൻഎഫക്റ്റീവ് ആണ് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയും അതുപോലെ തന്നെ ഗ്ലോബൽ G20 കൗണ്ടറായിട്ട് യുണൈറ്റഡ് നേഷൻസിനെ കൗണ്ടറായിട്ട് ഒരു 20 ഗ്രൂപ്പിന്റെ ഒരു ഗ്രൂപ്പ് കൊണ്ടുവരാൻ എന്നുള്ളൊരു അജണ്ടയാണ് ഇതിന്റെ ഭാഗമായിട്ട്. ഇത് ലീഡ് ചെയ്യുന്നത് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ പാൻഡമിക്, ഉക്രൈൻ കോൺഫ്ലിക്ട്, ഗാസ, ക്ലൈമറ്റ് ചേഞ്ച്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മുടെ നൈബറിംഗ് കൺട്രീസിൽ നിന്ന് ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ളത് ശ്രീലങ്ക, മാൽഡീവ്സ്, അതുപോലെ തന്നെ മൗറീഷ്യസ് ആണ്. ഇത് ഇങ്ങനെ കൂടുന്ന ഈ ഒരു എയിമിന് വേണ്ടിയിട്ട് വരുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് മീറ്റിംഗ് ആണ്. ഇന്ത്യ ആണ് ഹോസ്റ്റഡ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് നമ്മൾ 3 years മുമ്പ് ഹോസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അതർ കൺട്രീസ് ഒക്കെയാണ് ഇതിനകത്ത് പങ്കെടുത്തതെന്ന് പറയുന്നത് ബഹ്റൈൻ, ഇന്തോനേഷ്യ, ഖത്തർ, സിംഗപ്പൂർ, വിയറ്റ്നാം, അതുപോലെ തന്നെ ടൊബാഗോ, ക്യൂബ, ജമൈക്ക, നോർത്ത് അമേരിക്കയിൽ നിന്നും സൗത്ത് അമേരിക്കയിൽ നിന്നും ആഫ്രിക്കൻ കൺട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു 20 കൺട്രീസ് ആണ് ഇതിനകത്ത് പങ്കെടുത്തത്. ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്? നമ്മൾ പെട്ടെന്ന് തന്നെ എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ അഗ്നി പ്രൈം മിസൈലിന്റെ നമ്മുടെ ട്രെയിനിൽ നിന്നുള്ള ലോഞ്ചിങ് സക്സസ്ഫുൾ ആയി, അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂപ്പർ ടൈഫൂൺ രഘാസനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. രഘാസ അല്ലെങ്കിൽ സൂപ്പർ ടൈഫോൺസ് എന്തുകൊണ്ടുണ്ടാവുന്നു, സൈക്ലോൺസ് എന്തുകൊണ്ടുണ്ടാവുന്നു, അതെന്തുകൊണ്ട് ഇത്രയും ഇന്റൻസ് ആവുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു എഡിറ്റോറിയൽ ആണ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലൗഡ് സീഡിങ്ങിനെ കുറിച്ചാണ്. ആർട്ടിഫിഷ്യൽ ആയിട്ട് റെയിൻ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ക്ലൗഡ് സീഡിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഡൽഹിയിൽ ആദ്യമായിട്ട് ക്ലൗഡ് സീഡിങ് നടത്താനായിട്ട് പോവുകയാണ്. ദെൻ പിന്നീട് നമ്മൾ വിസനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അമേരിക്കയുടെ H1B വിസക്കെതിരെ ചൈന കൊണ്ടുവരുന്ന ഒരു ഇതാണ് വിസ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജുഡീഷ്യൽ സിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു 20 കൺട്രീസ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഹെൽഡ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ്. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസുമായിട്ട് അടുത്ത ക്ലാസ്സസിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.